ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ലാസ്സാണ്. ഇതൊരു കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കറണ്ട് അഫെയേഴ്സ് ആണ്. സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ അതും അതെ. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു ക്ലാസ്സാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട്. 10th ലെവൽ മെയിൻസ് എക്സാമിനേഷൻ എല്ലാം ഇപ്പോൾ ഇനി വരും. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഫോഴ്സിലേക്കുള്ള മറ്റ് എക്സാംസും ഒക്കെ ഉടനെ ഉണ്ടാവും അല്ലേ. അപ്പം ഈ 2025 നടക്കാൻ പോകുന്നതാവട്ടെ, ഇനി 2026, 27 ഒക്കെ നടക്കാൻ പോകുന്ന ഏതൊരു പരീക്ഷയും ആവട്ടെ, അതിനകത്തൊക്കെ ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ 99.99% സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ആയിരുന്ന, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെട്ട, കേരള ഹെമിംഗ്വേ എന്നറിയപ്പെട്ട ആര്, MT വാസുദേവൻ നായരെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾ 1 മാർക്ക് ഉറപ്പാണ് MT വാസുദേവൻ നായർ. കാരണം നമുക്കറിയാം അദ്ദേഹം സാഹിത്യകാരൻ എന്നതിന് ഉപരി അല്ലേ, എന്താ പറയുക, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അധ്യാപകൻ, പത്രാധിപൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വത്തിനുടമയാണ് ആര്, MT വാസുദേവൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയയാണ് MT വാസുദേവൻ നായർ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. MT വാസുദേവൻ നായരെ കുറിച്ച് നമ്മളിപ്പോൾ പറയാൻ അല്ലെങ്കിൽ പഠിക്കാൻ കാരണം തന്നെ എന്താണ്, 2024 ഡിസംബർ അവസാനത്തോടു കൂടി, ഡിസംബർ 25 MT എന്ത് ചെയ്തു, ഇഹലോകവാസം വെടിയുകയുണ്ടായി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മേഖല തന്നെയാണ് എന്തെന്ന് പറയുന്നത്, MT വാസുദേവൻ നായർ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ, 1933 ജൂലൈ 15 അന്നത്തെ പൊന്നാനി താലൂക്കിൽ പെട്ടിരുന്ന കൂടല്ലൂർ ഗ്രാമത്തിലാണ് MTയുടെ ജനനം. ഇന്ന് കൂടല്ലൂർ ഗ്രാമം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലാണ്. അപ്പം അന്ന് ഇദ്ദേഹം ജനിച്ചത് കൂടല്ലൂർ ഗ്രാമത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഈ കൂടല്ലൂർ ഗ്രാമം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം PSC ഇതിനെ പ്രസ്താവന ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ PSC വേണമെങ്കിൽ ചോദിക്കാം, പൊന്നാനി താലൂക്കിലെ കൂടല്ലൂർ ഗ്രാമത്തിലായിരുന്നു ജനനം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇദ്ദേഹം ജനിക്കുന്നത് 1933 ജൂലൈ 15 എവിടെ, കൂടല്ലൂർ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്നിപ്പോൾ കൂടല്ലൂർ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലാണ്. അന്ന് കൂടല്ലൂർ ഉൾപ്പെട്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ആയിരുന്നുവെന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 2024 ഡിസംബർ 25 എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്, MT വാസുദേവൻ നായരാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നതും ആരാണ്, MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മക്കളിൽ ഇളയാളായിരുന്നു, അല്ലെങ്കിൽ 4ാമനായിരുന്നു MT എന്നാണ് പറയുന്നത്. അപ്പം അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അത്രയും വേണമെന്നില്ല. ഞാൻ പിന്നെ ജനനം പറഞ്ഞതുകൊണ്ട് അച്ഛൻ, അമ്മ എന്നിവരെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിവിടെ പഠിക്കുമ്പോഴത്തേക്കും ഈ ജനിച്ച വർഷം വിത്ത് ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, മരണം വിത്ത് ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, കൂടല്ലൂർ ഗ്രാമവും ഓർക്കുക. ഇനി MT എന്ന് പറയുന്നത് ഒരു ചുരുക്കപ്പേരായിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പം M എന്താണ്, മാടത്ത്, T തെക്കേപ്പാട്ട്, വാസുദേവൻ നാരായണൻ നായർ, അച്ഛൻ നാരായണൻ നായരാണ്. സോ അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം മാടത്ത് M, തെക്കേപ്പാട്ട് T, വാസുദേവൻ നാരായണൻ നായർ എന്നുള്ളതാണ് ആര്, MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. അപ്പോൾ പഠിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ജനനം ഓർക്കുക, മരണം ഓർക്കുക, അതുപോലെ തന്നെ ജനിച്ച ഗ്രാമം നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ഫുൾ നെയിം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നുള്ളൊരു ഫുൾ നെയിമും കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് MTയെ കുറിച്ച് പഠിച്ച് തുടങ്ങുമ്പോഴേ നിങ്ങൾ അറിയേണ്ടതാണ്, പഠിക്കുക. ഇനി പറയുന്ന ഓരോ സെൻറ്റൻസും പ്രത്യേകം വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കണം. വേറൊന്നും കൊണ്ടല്ല, പ്രസ്താവന ചോദിക്കാം,
അതല്ല ഏതെങ്കിലുമൊക്കെ കൃതികൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ എം ഡിയുടെ കൃതി ഏത്, അല്ലെങ്കിൽ എം ഡിയുടെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പല രീതിയിൽ പി എസ് സിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം എൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പ്രസ്താവന ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതല്ല പി എസ് സി എന്താ പറയുക വൺ വേർഡ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. അതായത് നമ്മുടെ ക്ലാസ്സാണ്, തുടർച്ചയിലേക്ക് പോകാം. നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, നോവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യകാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആ മേഖലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഗ്രാമസേവകനായി ജോലി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ പത്രാധിപരായിട്ട്, മാതൃഭൂമി പത്രത്തിലൊക്കെ എന്താ പറയുക പത്രാധിപരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആരുടേത്? എം ടി വാസുദേവൻ നായരുടേത്. ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സാഹിത്യ സൃഷ്ടികൾ നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. പഠിച്ചു വെക്കണം. എം ഡിയുടെ ആദ്യത്തെ കഥാസമാഹാരമാണേത്? രക്തം പുരണ്ട മൺതരികൾ. പഠിക്കണം കേട്ടോ. ചിലപ്പോൾ പി എസ് സി ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ പ്രസ്താവന തരുമ്പോൾ നമുക്ക് തന്നേക്കാം. എം ഡിയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന് തന്നേക്കാം. അതല്ലാതെ വേണമെങ്കിൽ പി എസ് സി ഈ ഒരു പുസ്തകം കൂടി ഉൾക്കൊള്ളിച്ച് ചോദിച്ചേക്കാം, ഇതിൽ എം ഡിയുടേത് ആയതേത് അല്ലാത്തതേത് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടാണത് മനസ്സിലാക്കാൻ പറയുന്നത്. രക്തം പുരണ്ട മൺതരികൾ എന്നുള്ളത് എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥാസമാഹാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാതൃഭൂമിയും എന്തു ചെയ്തു? ഈ ചെറുകഥാ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്നാം സമ്മാനം നേടിയത് എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 1954 എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ജനിക്കുന്നത് 1933 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു 20കളിൽ അല്ലേ, അല്ലെങ്കിൽ ഒരു 21 വയസ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 20-21 വയസ്സ് ആ ഒരു കാലയളവിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്. ഈ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥയ്ക്കാണ് നമ്മുടെ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മത്സരം സംഘടിപ്പിച്ചത് മാതൃഭൂമിയാണ്. സോ അതിൽ ഒന്നാം സമ്മാനം കിട്ടിയത് എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ്. അങ്ങനെ പഠിച്ചില്ലെങ്കിലും അറിഞ്ഞു വെക്കണം, വളർത്തുമൃഗങ്ങൾ എം ടിയുടെ ചെറുകഥയാണ്. അതുപോലെ പാതിരാവും പകൽ വെളിച്ചവും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ. ഇപ്പം എം ഡി അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, എം ഡിയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? എം ഡിയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് ഏത്? പാതിരാവും പകൽ വെളിച്ചവും. ഇനി തെറ്റരുത്, എന്നാൽ പുസ്തക രൂപത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച എം ഡിയുടെ നോവലാണ് നാലുകെട്ട്. 1958 പുസ്തക രൂപത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച എം ഡിയുടെ നോവൽ നാലുകെട്ട്. ഇവിടെ ഞാൻ പുസ്തക രൂപം എന്ന് പറഞ്ഞിട്ടില്ല. പാതിരാവും പകൽ വെളിച്ചവും എം ഡിയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ നോവലാണ്. എന്നാൽ പുസ്തക രൂപത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട എം ടിയുടെ നോവലാണ് ഏതെന്ന് പറയുന്നത് പാതിരാവും പകൽ വെളിച്ചവും. അപ്പം ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി കേട്ടോ. സോറി, ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നു, അറിയാതെ വന്നതാണ്, നാക്കുപിഴയാണ്, ക്ഷമിക്കുക. അപ്പം എന്താണ്? പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എം ഡിയുടെ ആദ്യത്തെ നോവല് നാലുകെട്ടാണ്. ഈ നാലുകെട്ട് 1958 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി. ഈ ഒരു കൃതിക്ക് മാത്രമല്ല അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 പുസ്തകങ്ങൾ കണ്ടു. ഏതൊക്കെയാ? രക്തം പുരണ്ട മൺതരികൾ ആരുടെയാ? എം ടിയുടേതാണ്. എന്താ സംഭവം? കഥാസമാഹാരം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വളർത്തുമൃഗങ്ങൾ എം ടിയുടെ ചെറുകഥയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു പാതിരാവും പകൽ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ നോവലാണ്. നാലുകെട്ട് അദ്ദേഹത്തിൻ്റെ നോവലാണ്. നാലുകെട്ടിൻ്റെ പ്രത്യേകത പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. പാതിരാവും പകൽ വെളിച്ചവും പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. ഇനി ബാക്കി ഒത്തിരി പുസ്തകം പഠിക്കാനുണ്ട്, അതിലേക്ക് പോകാം. കേരള സാഹിത്യ അക്കാദമി നേടിക്കൊടുത്ത മറ്റു കൃതികളാണ് ഏത്? സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ. അപ്പോൾ ഓർത്തു വയ്ക്കുക,
MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതികൾ എന്നൊക്കെ പറഞ്ഞ് വേണേൽ പ്രസ്താവന ചോദിക്കാം. ആദ്യത്തേത് നാലുകെട്ട്, രണ്ടാമത്തേത് സ്വർഗം തുറക്കുന്ന സമയം, 3 ഗോപുരനടയില. ഈ 3 കൃതികൾക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ 1963-64 കാലഘട്ടത്തിൽ മുറപ്പെണ്ണ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര ലോകത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. പിന്നീട് 1973 അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലച്ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. ഓർത്തു വയ്ക്കുക, നിർമാല്യം സംവിധായകൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. അതുപോലെ എൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും MT വാസുദേവൻ നായരാണ്. 50-ലേറെ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. നിങ്ങൾക്കറിയാം, അതിൽ 4 തവണ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എന്തിനാ? തിരക്കഥാകൃത്ത് എന്ന നിലയിൽ. അല്ലെങ്കിൽ ഏതൊക്കെ സിനിമയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വടക്കൻ വീരഗാഥ, ഓക്കെ, ഒരു വടക്കൻ വീരഗാഥ, അതുപോലെ തന്നെ കടവ്, പിന്നെ ഏതാ, സതയം, പരിണയം, ഈ 4 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയതിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു ഏതാണ്ട് 50-ലേറെ ചലച്ചിത്രങ്ങൾക്കാണ് അദ്ദേഹം തിരക്കഥ എഴുതിയിരിക്കുന്നത്. കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പഞ്ചാഗ്നി, അമൃതംഗമയ, നഖക്ഷതങ്ങൾ, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, അതുപോലെ എന്താ പരിണയം, പഴശ്ശിരാജ, അല്ലേ, നഖക്ഷതങ്ങൾ, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തതാണ്? തിരക്കഥ എഴുതിയ ചലച്ചിത്രങ്ങളാണ്. അതുപോലെ സുഹൃതം, ഇതൊക്കെ ഇദ്ദേഹം, താഴ്വാരം, കുറേ ഉണ്ട്. നമ്മൾ ഒരു അത്യാവശ്യം ചലച്ചിത്രം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ മുറപ്പെണ്ണ്, ഓളവും തീരവും, അസുരവിത്ത്, ഇങ്ങനെ കുറേ സിനിമകൾ പെട്ടെന്നെല്ലാം വരുന്നില്ല. ഇതൊക്കെ എന്താണ്? MT തിരക്കഥ എഴുതിയ സിനിമകളാണ്. അപ്പം 4 തവണയാണ് അദ്ദേഹത്തിന് തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ എന്ത് കിട്ടിയത്? ദേശീയ പുരസ്കാരം ലഭിച്ചത്. അതാണ് ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥയ്ക്ക് കിട്ടി, കടവിൻ്റെ തിരക്കഥയ്ക്ക് കിട്ടി, സതയത്തിന് തിരക്കഥയ്ക്ക് കിട്ടി, പരിണയത്തിന് തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. കേരള സാഹിത്യ പുരസ്കാരം കിട്ടിയ കൃതികളാണ് ഇതൊക്കെ. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, അതുപോലെ തന്നെ ഗോപുരനടയിൽ. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് കാലം. പഠിച്ചു വെക്കണം കേട്ടോ. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് കാലം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് എന്താണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. ഓക്കെ, MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി രണ്ടാമൂഴം. MT വാസുദേവൻ നായർക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് വാനപ്രസ്ഥം. ഓക്കെ, വാനപ്രസ്ഥത്തിന് തിരക്കഥ എഴുതിയത് ഇദ്ദേഹമാണ് കേട്ടോ. അപ്പോൾ വാനപ്രസ്ഥം. അതുപോലെ തന്നെ 1995 ജ്ഞാനപീഠ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ലഭിക്കുകയുണ്ടായി. ജ്ഞാനപീഠം നേടിയ മലയാളികൾ നമ്മളെപ്പോഴും PSC ഒരു ക്വസ്റ്റ്യൻ കിട്ടാറുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാ, ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ടും പഠിക്കാം, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് MT വാസുദേവൻ നായർ. അപ്പോൾ 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. അതുപോലെ തന്നെ 2005 പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. നമുക്കറിയാം, ഭാരത സർക്കാർ നൽകുന്ന ഒരു ബഹുമതിയാണ് ഇത്, പത്മഭൂഷൺ. ഇപ്പോൾ 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. കേരള ജ്യോതി പുരസ്കാരം, അല്ലെ, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് കേരള ജ്യോതി പുരസ്കാരം. അപ്പം കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് 2022. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ JC ഡാനിയൽ പുരസ്കാരം എന്നിങ്ങനെയുള്ള അവാർഡുകൾക്കെല്ലാം MT വാസുദേവൻ നായർ അർഹനായി. നിങ്ങളോട് എനിക്കൊരു കാര്യമില്ല, ഇപ്പം എല്ലാ കൃതികളും ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകളുണ്ട്, തിരക്കഥകളുണ്ട്, നോവലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെറുകഥ, തിരക്കഥയൊക്കെ ഒന്ന് നോക്കിപ്പോണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, കാലം, മഞ്ഞ്, ഇതുപോലുള്ളതൊക്കെ PSC ഇതിനു മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ അറബിപ്പൊന്ന്, PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, അറബിപ്പൊന്ന് ആരുടേതാണെന്ന്. MT വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്ന് രചിച്ച നോവലാണ് ഏത്? അറബിപ്പൊന്ന്. PSC ചോദിച്ചിട്ടുള്ളതാണ്. മഞ്ഞ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അസുരവിത്തൊക്കെ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. അതുപോലെ ഒത്തിരി ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
ഇതുപോലെ തന്നെ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായിരുന്നു MD വാസുദേവൻ നായർ, അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും MD വാസുദേവൻ നായർ നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ഏറെക്കുറെ വിവരങ്ങളായി. അപ്പം നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇങ്ങനെ നോക്കിയാൽ മതി, എന്താണ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓഫ് MT വാസുദേവൻ നായർ അല്ലെങ്കിൽ ബുക്സ് ഓഫ് MT വാസുദേവൻ നായർ എന്ന് അടിച്ചാൽ നമുക്ക് നോവലെന്നോ ഷോർട്ട് സ്റ്റോറിന്നോ ഒക്കെ തരംതിരിച്ച് ബുക്സ് കിട്ടും. ആ ബുക്കൊന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയത് ഒന്ന് അറിഞ്ഞു പോയാൽ മതി. ഒരു സിനിമ മിക്കവാറും കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സിനിമ ലവറാണെങ്കിൽ ഓഫ് കോഴ്സ് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് അങ്ങനെയല്ലേ, പുതിയ പുതിയ സിനിമകളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാതെ ഉള്ളൂ. പഴയതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഓർമ്മയും അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു കഥയുള്ളതുകൊണ്ട് നമുക്കറിയാം ഇന്ന ആളുടേതാണെന്ന്. അപ്പം അങ്ങനെ അറിയാവുന്ന കുറേ പേരൊക്കെ നിങ്ങളുടെ ഇടയിൽ കാണും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിച്ചോണം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ടോപ്പ് പോയിൻറ്റ്സിൽ ഇദ്ദേഹത്തിൻ്റെ ജനനം, മരണം, പിന്നെ നമ്മളെന്താ പറഞ്ഞത്, നിളയുടെ കഥാകാരൻ, കേരള ഹിമിംബി, അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നമുക്കറിയാം MD വാസുദേവൻ നായരാണ് നമുക്ക് മലയാളത്തിൻ്റെ പ്രതിജ്ഞ, അല്ലേ? അത് രചിച്ചത് ആരാണ്? MD വാസുദേവൻ നായരാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നു MD മരിച്ചതിൻ്റെ പിറ്റേ ദിവസത്തെ. പറ്റുമെങ്കിൽ ഡിസംബർ 26 പത്രം എടുത്തു വെച്ച്. ഡിസംബർ 26 പത്രം ഇല്ലല്ലോ, ഡിസംബർ 26 ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്നല്ലേ, പത്രം ഇല്ലല്ലോ. ഡിസംബർ 27 പത്രം എടുത്ത് ഒന്ന് വായിക്കുക. MDയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.